എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന മുട്ട കൊണ്ടുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ പാനിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു ഏകദേശം 1 ടീസ്പൂണോളേ ഉള്ളൂ. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. അത് വളരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം, എന്നാലേ ഉള്ളൂ അത് പെട്ടെന്ന് വഴന്ന് കിട്ടത്തുള്ളൂ. ഒത്തിരി സവാള ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സവാള ഒരുപാട് ചേർക്കുമ്പോഴാണ് അത് വഴറ്റിയെടുക്കാൻ ഒത്തിരി സമയമൊക്കെ വേണ്ടി വരുന്നത്. പിന്നെ ഇത് വളരെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വഴറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് അത് മൊരിച്ചെടുക്കണം. കരിയാതെ ചെറിയ തീയിലിട്ടിട്ട് സവാള നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാനങ്ങനെ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഈ കറിയുടെ പ്രത്യേകത തന്നെ ഇതാണ്. ഇതിൽ ചിക്കൻ മസാല ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയെ ഒരു 4 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. മുട്ട ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. മുട്ട എപ്പോഴും മുറിച്ച് മാത്രമേ ഇടാവുള്ളൂ, എന്നാലേ ഉള്ളൂ അതിൻ്റെ അകത്തോട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. ഈ കറിയിൽ അങ്ങനെ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ആ മൊരിഞ്ഞ സവാളയുടെ ക്രിസ്പിനെസ് ഒക്കെ പോകും. ഇത് നല്ല മൊരിഞ്ഞിരിക്കണം, എന്നാലേ ഉള്ളൂ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ചോറിൻ്റെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.